ഭരണസമിതിക്കെതിരായിട്ടുള്ള ഒരു അലിഗേഷനായിട്ടാണ് അത് ഉയർന്നു വരുന്നതെങ്കിൽ, പക്ഷേ അത് പിന്നെ കത്തികാളിയത് എങ്ങനെയാണ്? ഇവരവിടെ നടത്തിക്കൊണ്ടിരുന്ന കൺവേർഷനാണ് എന്ന് ആ ജിംഖാനയുടെ ഒരു ഭാരവാഹി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. പിന്നെ വരുന്ന വാർത്ത എന്താണ്? മതപരിവർത്തനം ആരോപണത്തിൻ്റെ പേരിൽ ജിംഖാനയിൽ നിന്ന് ജമീമയെ പുറത്താക്കിയെന്നാണ് പിന്നെ വരുന്ന വാർത്തകളല്ല. ജമീമയെ സംബന്ധിച്ചാണ് ജമീം ഒരു മംഗലാപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാത്തലിക് ഫാമിലിയിലെ പെൺകുട്ടിയാണ്. ബോംബെയിൽ ജനിച്ചു വളർന്നതാണ്. ഈ ജമീമയുടെ പിതാവ് ഇവാൻ എന്ന് പറഞ്ഞ പേര്. അയാൾ വളരെ നല്ലൊരു സ്പോർട്സ് കോച്ചും അധ്യാപകനും ഒക്കെയാണ്. അപ്പോൾ ജമീമ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ഹീറോ ആണ്, എൻ്റെ കോച്ചും അച്ഛൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയാണ്. അയാളില്ലായിരുന്നെങ്കിൽ ഇന്ന് ജമീമ ഉണ്ടാവില്ല, കാരണം അയാളാണ് പരിശീലിപ്പിച്ചതും. അപ്പോൾ ഇയാളുടെ ഒരു പ്രശ്നം, ഇയാൾ ഈ ജിംഖാനയുടെ ഒരു ബാങ്കറ്റ് ഹാള്, ആ ബാങ്കറ്റ് ഹാള് പബ്ലിക്കിന് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ജമീമയുടെ മെമ്പർഷിപ്പ് വെച്ചിട്ട് അവിടെ ചെറിയ തുകയ്ക്ക്, ജമീമയുടെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അയാൾ അത് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ റിലീജിയസ് പ്രോഗ്രാം വെച്ചു എന്നുള്ളതാണ്. അത് പ്രയർ ഗ്രൂപ്പ് സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ, പെന്തക്കോസ്തൽ ചർച്ചസ് നടത്താറുള്ള പ്രാർത്ഥനാ യോഗങ്ങൾ, അതുപോലെ പ്രാർത്ഥനാ യോഗം നടത്തി. അപ്പോൾ ഒരു വർഷം തുടർച്ചയായിട്ട് 10-35 യോഗ അയാളോടെ നടത്തിയിട്ടുണ്ട്. അത് ആ ക്ലബ്ബ് തന്നെ അനുമതി കൊടുത്തിട്ടാണ് നടത്തിയിട്ടുള്ളത്. അവരാലോട്ട് ചെയ്യേണ്ടത് നടക്കില്ലല്ലോ. പക്ഷെ അത് വിവാദമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ബോംബെ പൊതുവെ ഡൽഹി പോലെയൊന്നുമല്ല, ബോംബെ കുറേ കൂടി സെക്യുലറിസമൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ്. BJP 10 വർഷം ഭരിച്ചാലും ബോംബെയിൽ ആ നഗരം കുറേ കൂടി സെക്യുലറാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിൻ്റെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും BJPയും കോൺഗ്രസും ശിവസേന എല്ലാം ഉണ്ടാവും. അപ്പോൾ നിലനിൽക്കുന്ന ഭരണസമിതിയാണല്ലോ ഈ ഒരു വർഷം ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആനുവൽ ബോഡി മീറ്റിങ്ങിൽ നിലനിൽക്കുന്ന ഭരണസമിതിക്ക് എന്തെങ്കിലും പറയണ്ടേ? നോക്കുമ്പോൾ 35 പ്രാർത്ഥനാ യോഗങ്ങൾ അവിടെ നടത്തി എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ ഭരണസമിതിക്കെതിരായിട്ടുള്ള ഒരു അലിഗേഷനായിട്ടാണ് അത് ഉയർന്നു വരുന്നതെങ്കിൽ, പക്ഷേ അത് പിന്നെ കത്തികാളിയത് എങ്ങനെയാണ്? ഇവരവിടെ നടത്തിക്കൊണ്ടിരുന്ന കൺവേർഷനാണ് എന്ന് ആ ജിംഖാനയുടെ ഒരു ഭാരവാഹി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. പിന്നെ വരുന്ന വാർത്ത എന്താണ്? മതപരിവർത്തനം ആരോപണത്തിൻ്റെ പേരിൽ ജിംഖാനയിൽ നിന്ന് ജമീമയെ പുറത്താക്കിയെന്നാണ് പിന്നെ വരുന്ന വാർത്തകളെല്ലാം. തലക്കെട്ടുകളെല്ലാം അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അത് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ ഉത്തരേന്ത്യയിലൊക്കെ.